അസ്സലാമു അലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ്. 1495 രൂപയുടെ മെറ്റീരിയലാണ് കാണിക്കുന്നത്. നല്ല രസമുള്ള പാറ്റേൺ. ഇന്നലെ കാണിച്ച പാറ്റേണിൽ എല്ലാ പീസും പോയിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം പോയിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന്റെ ഒരു സെറ്റിൽ ഒരു വൈറ്റ്, ഓറഞ്ച്, പിങ്ക് ഒക്കെ വരണം പറ്റും. അതിന്റെ ഒരു സെറ്റും കൂടി ഇനി നമ്മൾ ഗോഡൗണിലുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ടാവുള്ളത്. അതിന്റെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ വിറ്റ് തീർത്തിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇന്നിപ്പോ നമ്മളെ ഷോപ്പ് ഉദ്ഘാടനമാണ്. ഇന്ന് വ്യാഴാഴ്ച ആണ് ഷോപ്പിന്റെ ഉദ്ഘാടനം വരുന്നത്. അപ്പോൾ ആർക്കിഡ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. ആർക്കിഡ് എന്നാണ് നമ്മളെ കുട്ടികളുടെ എല്ലാ ടൈപ്പ് ഉണ്ടാവും. ന്യൂ ബോൺ മുതൽ ഒരു 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സാധനങ്ങൾ ഉണ്ടാവും. ബോയ്സിന്റെ ആയാലും ഗേൾസിന്റെ ആയാലും ഉണ്ടാവും ചെയ്യട്ടോ. അപ്പൊ ധൈര്യമായിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർ വരിക. ഷോപ്പ് ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഉള്ളതാണ്. HDFC ബാങ്കിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ധൈര്യമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല കളക്ഷൻസ് ആണ്, നല്ല കളക്ഷൻസ് ആണ്. നമ്മ ബില്ലിട്ടോണോ, നമ്മളാണ് ബില്ല് അടിച്ചതൊക്കെ. അപ്പൊ ആ ബില്ല് അടിക്കുന്ന സമയത്ത് ഓരോ സാധനം നിവർത്തി നോക്കിയപ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വളരെയധികം. അതായത് നമുക്ക് എടുത്തു കൊടുക്കാം, വെറുതെ എടുത്തു കൊടുക്കാൻ തോന്നും. ഇപ്പൊ പെങ്ങളെ മോൾക്കൊക്കെ ഞാനിപ്പോ എന്തായാലും അത്യാവശ്യം സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കളക്ഷൻസാ. നമുക്കൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം എടുത്താൽ മതിയാവും. പക്ഷെ അങ്ങനെയല്ല, കാണുമ്പോ അത് എടുക്കണം എന്നുള്ള ഫീൽ വരും. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് വരിക. ഇൻഷാല്ലാ ദീ കൂടി ഇന്നിട്ട് പറഞ്ഞത് മാത്രമല്ല, വേറെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വീഡിയോ കൊടുക്കാം. അടിപൊളി സാധനമാണ് വരുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് മസ്ലിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഫുൾ മസ്ലിൻ പാറ്റേൺ ആണ് വരുന്നത്. നല്ല രസമുള്ള മസ്ലിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത്. പാന്റ് വരുന്നത് വിസ്കോസ് ടൈപ്പ് ഇതാണ് വരുന്നത്. മസ്ലിൻ തന്നെയാണ് വരുന്നത്. വിസ്കോസ് മസ്ലിൻ ആണ് ഇതിന്റെ പാന്റ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പാറ്റേണിൽ വരുന്നത് മാത്രം. ഓക്കെട്ടാ. അപ്പൊ സെറ്റ് അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇല്ലെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാ അങ്ങനെയും കൂടി ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിർബന്ധിക്കൂല ട്ടാ. വാജിബായ കാര്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ട്ടാ. ഒരു കറാഹത്താണ്. ചെയ്താ കൂലിയും, ചെയ്യാതിരുന്നാല് ശിക്ഷയും ഇല്ലാത്തതാണ് ട്ടാ. ഫസ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ്. നല്ല രസമുള്ള ഓറഞ്ച് കളറാണ് വരുന്നത്. അതിൽ പീകോക്ക് കളറും അതുപോലെ തന്നെ പീച്ച്, പിങ്ക്, ഒരു 2-3 കളേഴ്സ് ഒക്കെ മിക്സ് ആക്കി കൊടുത്തിട്ടുള്ള അടിപൊളി പീസാണ് വരുന്നത്. 1495 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതാണ് ഇതിന്റെ ടോപ്പിന്റെ വീതി വരുന്നത്. അതായത് 4XL സൈസുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് അടിക്കാം. 5XL ഉള്ള ആൾക്കാർക്ക് അടിക്കാൻ പറ്റും. അടിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞാൽ അടിക്കാൻ പറ്റും. കാരണം വെച്ചാല് എൻഡില് ലോക്കൊക്കെ ചെയ്ത് ഭയങ്കര കറക്റ്റ് ആക്കിയിട്ട് അടിച്ചിട്ട 5XLർക്ക് അടിക്കാം. 4XLർക്ക് വെട്ടി അടിക്കാം. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്തോളം ചില ടൈലർമാരുണ്ട്, വെട്ടണം. അവർക്ക് കുറെ കഷ്ണങ്ങൾ നിലത്ത് വീണാലേ അവർക്ക് പൂതി കിടുള്ളൂ. മനസ്സിലാവണ്ട? അതുപോലെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ 4XLക്ക് നല്ല സുഖമായിട്ട് അടിക്കാൻ പറ്റും. നമ്മളിത് പൈസ കൊടുത്ത് തുണി മേടിക്കുക, എന്നിട്ട് അവരെ വെട്ടിക്കളിക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അടിക്കാൻ പറ്റും. ഏത് ആൾക്കാർക്കും അടിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പാറ്റേൺ ആണ് വരുന്നത്. 1495 രൂപയിൽ സൂപ്പർ പീസാണ് വരുന്നത്. അത് കണ്ടങ്ങള് യജാതി മോഡലെന്ന് പറയാം. ഒരു രക്ഷയിലൊക്കെ ഓറഞ്ചും പീക്കൊക്കെ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ? ബാക്ക് സൈഡ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് അടിഭാഗം. അത് തല തിരിച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. വെച്ചെന്നല്ല, അത് അവരങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ തിരിക്കുള്ളൂ കേട്ടോ. അത് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒക്കെ ബാക്ക് സൈഡ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. എന്താ വരുന്നത് 47-46 ഇട്ടാ ലെങ്ത് വരുന്നുണ്ട്. നല്ല സ്റ്റാർ സാധനമാണ്. ഇതാ ബോട്ടം വരുന്നത് ഓറഞ്ച് കളറിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബോട്ടം കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള കളറാണ്. നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതാ ഷോളും മസ്ലിൻ തന്നെയാണ് വരുന്നത്. നല്ല സുഖമാണ്. അതായത് പൊന്തിക്കുന്ന മസ്ലിനല്ല, ഭയങ്കര സുഖമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്ന പാറ്റേൺ ആണ്. കണ്ടില്ല? ഷോളൊക്കെ കണ്ടില്ല നിങ്ങള്? ഷോളൊക്കെ അജാതി മോഡലാണ്. നല്ല വൃത്തിയിൽ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടാ. നല്ല കളക്ഷൻ ആയിരിക്കും. നല്ല രസമുള്ള സാധനങ്ങളാണ്. എന്താ പറയാ, ഒരു ഇട്ട് കഴിഞ്ഞാല് ഒരു വേറെ ലെവല് സാധനം. ദുബായ് ജോസ് പറഞ്ഞ പോലെ അട്ടിച്ച് കയറി വരാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ അട്ടിച്ച് കയറി വരുമ്പോൾ അമ്മാതിരി സാധനമായിരിക്കും. പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി. സ്ക്രീൻഷോട്ട് എടുത്തോണ്ടി സെറ്റ് അല്ലേ? ഇത്ര തന്നെ ഉള്ളു പരിപാടി. നല്ല സാധനങ്ങൾ 1495 രൂപക്ക് ചാ. കിടിലം പറഞ്ഞാൽ കിടിലം പീസ്. ഒക്കെ ഒന്നിനൊന്നിക്ക് മെച്ചുള്ള പാറ്റേൺ ആണ് വരുന്നത്. ഇതൊരു എന്താ പറയാ, ബ്രിക്ക് കളറിലൊക്കെ പെടുത്താൻ പറ്റും. എങ്കിൽ പോലും ഇതിന്റെ കളർ ബ്രിക്ക് കളർ അല്ല, ഒരു പിങ്കിന്ന് ഷെയ്ഡ് ചെയ്തിട്ടുള്ള, പേസ്റ്റൽ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കളറാണ്. ഒരു മുന്തിരിയുടെ ഒക്കെ കളറില്ല, അതിനെ ഷെയ്ഡ് ചെയ്താൽ കിട്ടുന്ന ഒരു കളർ കേട്ടാ. കളർ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ആ കളർ നിങ്ങൾക്ക് കണ്ട കളറാണ് കേട്ടോ. എനിക്ക് ഇതിന്റെ പേരിട്ടില്ല. പേരറിയണത് നിങ്ങൾ പറഞ്ഞാൽ മതി. ചിലത് ഇങ്ങനെ ചിലവർ കുറെ ആൾക്കാർ പറഞ്ഞുതരൊക്കെ ചെയ്തിട്ടാ. പക്ഷെ ചിലവര് പറഞ്ഞുതരില്ല. ഇജ്ജ് പോയി കണ്ടുപിടിക്കുന്ന പറയും. ഞാൻ പോകും കണ്ടുപിടിക്കോ? ഇവിടെ അല്ല. എന്താ എങ്ങനെയുണ്ട് സാധനം? നമുക്ക് നേരല്ല മോളെ, അതിനുള്ള നേരമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാ ആ കേൾക്കും, അത്ര തന്നെ ഉള്ളൂ. ചിലപ്പോ അത് മെമ്മറിയിൽ സ്റ്റോർ ആവും, ഇല്ലെങ്കിൽ കല്ലി പോവുകയും ചെയ്യും. എന്നിട്ടാ
കണ്ടില്ലേ, നല്ല രസമുള്ള പാറ്റേൺ ആണ്, നല്ല രസമുള്ള പാറ്റേൺ ആണ്, നല്ല വൃത്തി, നല്ല സ്റ്റാൻഡേർഡ്, നല്ല എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്. ധൈര്യമായിട്ട് എടുക്കുക. ചെറിയ പ്രൈസ് തന്നെ ഉള്ളൂ, 1495 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ബോട്ടം വരുന്നില്ല, ഉഷാറ് ബോട്ടം വരും. പട്ടക്കോ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് പോവാം. നല്ല ഭംഗി ഉണ്ടാവും. കണ്ടാ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര കല്യാണപ്പരയില് നമുക്കൊരു മെയിൻ ആവാൻ തോന്നും. വെച്ചാല് നമ്മളുടെ ഡ്രസ്സിങ്ങിലായിരിക്കും നമ്മൾ ചില സമയത്ത്, ഞാൻ ചില സമയത്ത് ഇവിടെ ഷോപ്പിൽ തന്നെ നമ്മളെ ഡ്രസ്സിങ് ചില സമയത്ത് എന്തെങ്കിലും നമ്മൾ അങ്ങനെ പണിടയില് വല്ല കീറുക, ചില ഇവിടെ കീറുക, കൈ കുളത്തി കീറുക എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിമ്മലാവും നമ്മുടെ ശ്രദ്ധ. കസ്റ്റമറെ ഇതാക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഗ്യാപ്പ് കിട്ടി അപ്പുറം ഓട്ടുക എന്നുള്ളതാണ്. വേഗം അടുത്ത പോവുക, വീട്ടിൽ പോവുക എന്നെങ്കിലും വീട്ടിൽ നിന്ന് ഷർട്ട് എടുത്തിട്ട് വരില്ല, അതാണ് പുതിയ ഷർട്ട് എടുക്കുക എന്നുള്ള ലെവലിലാണ് നിൽക്കുക. അതുവരെയുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ ഭയങ്കര ടഫാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതേപോലെ ആയിരിക്കും ചില കല്യാണത്തിന് നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സ്, ഒരു സുഖമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ട് പോയാലുള്ളൊരു ഉണ്ടാവുക, ചോദിച്ചു ഞാൻ പോവാ എന്നുള്ള ലെവലാവും. പക്ഷെ ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാല് പോരൂല്ല. നിങ്ങളാ കുടുംബക്കാരെന്ന് വിചാരിക്കും, നിങ്ങളാ കുടിയത്തെ ആളാന്ന് വിചാരിക്കും. അത്രയും പെണ്ണിൻ്റെതോ ചെക്കൻ്റെതോ ഒക്കെ സ്വന്തം ആൾക്കാരെ പോലെ അവിടെ ഇരിക്കും നിങ്ങള്. പിന്നെ അവിടുത്തെ കാര്യം അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കും, നിങ്ങൾക്കൊരു മെയിൻ ആവാൻ പറ്റും. അത്രയും നല്ല ഭംഗിയുള്ള പാറ്റേൺ. വിശ്വസിച്ചങ്ങള് വിശ്വസിക്കണം ട്ടാ. വിശ്വസിച്ചോണ്ടി മക്കളെ, ഇതൊക്കെ അച്ചാതി സാധനമാണ് കണ്ടാ, അമ്മാതിരി പീസ്. എനക്കുള്ള അമ്മായി നമുക്ക് ഇത് പറഞ്ഞിട്ട് എടുത്തു കൊടുക്ക് ഗിഫ്റ്റ്, പെരുന്നാൾ ഗിഫ്റ്റ് പറഞ്ഞിട്ട്. അമ്മ നിങ്ങൾ ഇത് ഇടീന്ന് പറഞ്ഞിട്ട് കൊടുക്ക്. നാട്ടില് നെറ്റിമ്പല് നിങ്ങളെ പിടിച്ചിട്ട്, എന്റെ മോളാന്ന് പറഞ്ഞിട്ട് നാട്ടും പിടിച്ചിട്ട് ഇതാ കൊടിക്കും. ഇതാ ഒരു രക്ഷയില്ലാത്ത നല്ല ഡാർക്ക് മസ്റ്റാർഡിയല്ലോ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ആണ്. നല്ല ഭംഗിയില് നല്ല വൃത്തിയിൽ വരുന്ന സാധനമാണ്. ഈ ഒരു ചെറിയൊരു ത്രെഡ്, അതായത് ഈ ഒരു ഗോൾഡൻ ത്രെഡും എന്ത് ചെയ്തിട്ടുള്ളത് റഷ് ആയിട്ട് വരുന്ന പ്രിന്റഡ് പാറ്റേൺ മാത്രം എന്തെങ്കിലും അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്, സ്റ്റാൻഡേർഡ് ആണ്, പവർഫുൾ ആണ്. കണ്ടാ മസ്റ്റാർഡ്, ഓ എമ്മാതിരി കളറാന്ന് പറയാം ഇതൊക്കെ. ഇതിന്റെ ഇന്നലെ ഞാൻ റെഡിമെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, കയ്യിൽ വർക്കുള്ള സാധനം ഒക്കെ പോയി. ഇതൊക്കെ മക്കളെ പറന്ന സാധനമൊക്കെ പറയണം, നല്ല ഭംഗിയുള്ള പാറ്റേൺ അതൊക്കെ. ഇതാ സാധനം നോക്കിയ ഷോൾ ഉണ്ടില്ല, നല്ല സുഖമാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്. നിനക്ക് ഇങ്ങനെ മുണ്ടാണ്ട് കാണിക്കാൻ അറിയട്ടാ, ഇതിന്റെ കളറൊന്നും പറയാണ്ട് ലെങ്ത്തും വീതിയും ഇതിന്റെ മെറ്റീരിയലും മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ മുണ്ടാണ്ട് കാനൊക്കെ അറിയാം. അതിൽ കഥല്ലാന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടാ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത് മക്കൾ, ബുദ്ധിമുട്ടുണ്ടെന്ന് പറയരുത്. ചില കേട്ടിക്കണങ്ങള് പുതിയ ബൈക്കും പുതിയ പെണ്ണും ഒരുപോലെയാണ്, അതേപോലെ തന്നെ പഴയ ബൈക്കും പഴയ പെണ്ണും ഒരുപോലെ എന്നറിയില്ലേ അല്ലേ? അതായത് പുതിയ ബൈക്കും പുതിയ പെണ്ണും തന്നെ ആദ്യം വലിയ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ഒരു ഒതുങ്ങിയായിരിക്കും കാരണം. കുറെ കഴിഞ്ഞ് പഴയ പെണ്ണും പഴയ ബൈക്കും എന്ന് പറയുമ്പോ പഴയ ബൈക്കിനും ഭയങ്കര സൗണ്ട് ആക്കാരോ, പുതിയ പെണ്ണിനും നല്ല സൗണ്ട് ആക്കാരം. നിങ്ങൾ അവിടെ പൊടുക്കാം ഇവിടെ കുത്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സൗണ്ടും ബുള്ളറ്റിനുള്ള സൗണ്ട് വേറെ, ബൈക്കിനുള്ള സൗണ്ട് വേറെ, മനസ്സിലായില്ല? അതുപോലെയാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആരോട് സംസാരിക്കണമല്ലോ നമുക്ക് ഇന്റേതായിട്ട് സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് ഞാൻ സംസാരിക്കും. ചില സമയത്ത് നിങ്ങൾ പറയാറുണ്ട് സൗണ്ട് ഇല്ലാന്നിട്ടാ, അന്ന് ഞാൻ നല്ല ടയർഡിലാവും, വജ്ജാണ്ട് വരുന്നേക്കാരം, തീരെ വയ്യാണ്ട് വരുന്നേക്കാരം. മനസ്സില? ഇത് ഒലീവ് ഗ്രീൻ. എന്ത് ഗ്രീന്? ഒലീവ് ഗ്രീൻ. ഈ ഒലീവ് ഗ്രീൻ എന്ന് പറയുമ്പോ എന്ത് ഒലീവ് തിന്നാൻ തോന്നുന്നുണ്ടാ? തിന്നോ, നല്ലതാണ്, നല്ല സാധനം. എന്താ ആ ഗ്രീനാണ് ഇത് വരുന്നത്. അത് തിന്ന ഫലം ഇത് ഇട്ടാ കിട്ടും, കിട്ടൂലേ? കിട്ടും. ഇതൊക്കെ ഇട്ടാ തന്നെ ഉണ്ടല്ലോ നിസ്കരിക്കും കൂടി വേണ്ട നിങ്ങള്, അപ്പൊ തന്നെ മുഖത്ത് കാണാം ഒരു ഈമാന്റെ ഒരു തെളിച്ചം. കിട്ടൂലേ? കിട്ടും. പക്ഷെ നിസ്കരിച്ചോട്ടെ, അല്ലാ നിസ്കരിക്കണം. ഇതാ ഇത് ഒലിവ് ഗ്രീന് പച്ച തന്നെയാണ് വരുന്നത്, അതിന്റെ ബോട്ടം വരുന്നത് ഞാൻ പറഞ്ഞില്ല വിസ്കോസ് മസ്ലിന്റെ പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. നല്ല സുഖമാണ്, സുഖമായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇതാ ഇപ്പൊ വരും ചെക്കന്മാരൊക്കെ ഇപ്പൊ എത്തും. ഇന്നലെ നല്ല നേരം വൈകിട്ട് പോയിക്കണം, ഇപ്പൊന്നും കടല്ല, നേരത്തെ എത്തണം, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഇതാ അതിന്റെ ഷോള് ഒറ്റടങ്ങ് ഞാനൊരു വീഡിയോ എടുത്താൽ പഠിച്ചുതരാം, ഉദ്ഘാടനത്തിന്റെ ഒക്കെ ഷോപ്പിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ പഠിച്ചുതരാം. ഇതാ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്, നല്ല രസമുള്ള അടിപൊളി നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. 1495. ഞാൻ അവിടെ മേലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രൈസ്. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ നോക്കുക, എന്നിട്ട് ഇങ്ങനെ വേദിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇടുക, ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുക
എവിടുന്ന് എടുത്ത മോളെ എന്ന് ചോദിക്കുക. എത്ര ആൾക്കാരെന്ന് പറയാം തടി കുറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് തടി കുറഞ്ഞ ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർ ഡ്രസ്സ് എടുത്തിട്ട് സീരിയസ് ആയിട്ട് പറയണമെന്ന് വിചാരിക്കില്ല നിങ്ങള്. എന്തേ ഇതൊക്കെ ഇട്ട് കല്യാണത്തിന് ചോറേക്കാൻ സമ്മതിക്കൂല പെണ്ണുങ്ങള്. അങ്ങനെ കൈ ഇവിടുന്ന് പിടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേനും കൈ പിടിക്കും. എവിടുന്ന് എടുത്ത് ഇത് എവിടുന്ന് എടുത്ത് അങ്ങനെ ചോദിച്ച് ഇവിടെ കൊണ്ട് ചോറേപ്പിക്കൂല. അപ്പോഴത്തേനും ചെക്കൻ വന്നിട്ട് മതിയിലെത്താന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുപോകുമ്പോ ഇവർക്ക് അവിടെ വെക്കുമ്പോ തിന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവർക്ക് ചമ്മലാവൂലേ. അതുകൊണ്ട് ഇത്തിരി ചോറ് വെച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ തടി കുറഞ്ഞ പറഞ്ഞിട്ട് അല്ലാണ്ട് ഇത് ഇട്ടിട്ട് ദിമൽ വലിയ വൈബ്രേഷനോ അതൊന്നും ഇല്ലായിട്ടല്ല പറയണത് കേട്ടാ. വിശ്വസിച്ചില്ലേ? വിശ്വസിക്കരുതിട്ടാ. നല്ല സാധനമാണ് ഇതൊക്കെ. അടിപൊളി സാധനം വിശ്വസിച്ചിട്ട് മക്കളെ. ഇത് അടിപൊളി നല്ല വെറൈറ്റി സാധനം. നല്ല കളറാണ്. പീച്ച് കളറിൽ ഡാർക്ക് ആയിട്ട് പീച്ച് കൊടുത്തിട്ട് പിന്നെ അതിന്റെ പാന്റുമൊക്കെ ലൈറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ടോപ്പിൽ നമ്മൾ കുറച്ച് ഡാർക്ക് പാറ്റേൺ കൊടുത്തിട്ട് നല്ല വൃത്തിയില്ല. ബാക്ക് സൈഡ് തട്ടാ സെറ്റ് അല്ലേ? മോർഫാളൊക്കെ സൂപ്പറാണ് അതിന്റെ അർത്ഥം. ഇതാ എപ്പടി നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വരുന്നത്. നല്ല വൃത്തി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് വരുന്നത്. ഇതാ നല്ല അടിപൊളി ഒരു രസമുള്ള കളറാണ്. ഒരു പീച്ചിലേക്ക് തന്നെ കൊടുത്ത ഒരു എന്താ പറയാ പീച്ച് മസ്റ്റാർഡ് യെല്ലോ പീക്കോക്ക് ഒക്കെ കൂടി കൊടുത്ത കാരണേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിക്കു കളറൊക്കെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്ത കാരണം നല്ല വൃത്തിയുണ്ട് കാണാൻ കേട്ടാ. ഇനിയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത്. എങ്ങനെയാണ് എനിക്ക് ഫോട്ടോ കിട്ടേണ്ടത് കേട്ടാ. ഇതാണ് മോഡൽ എന്നിട്ട് കിട്ടേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പോഴും ഷോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചിരുമ്പോ ഈ ഷോള് മാത്രം എടുത്ത് തരുന്ന ആൾക്കാർ എനിക്കറിയില്ല മക്കൾ. അതുകൊണ്ടാണ് ഞങ്ങളെ പോലെ വലിയ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. ഒരു സാധു നിങ്ങള് ഭയങ്കരാണ്. സാധുവിനെ കണ്ടില്ല ഇന്നെ നോക്കിക്കൊണ്ട് ആണ് ഞാൻ സാധു. നല്ല ഭംഗി, നല്ല പച്ച കളർ, നല്ല രസമുള്ള പീക്കോക്ക് ഗ്രീന്. നല്ല രസമുള്ള ഗ്രീൻ ഇട്ടാ. അതായത് തനി പീക്കോക്ക് ഗ്രീൻ. ഇതാണ് ശരിക്കും മയിൽപ്പച്ച എന്ന് പറയും. പീക്കോക്ക് ഗ്രീൻ എന്ന് പറയില്ല നമ്മള് മലയാളത്തില്. മയിൽപ്പച്ച എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ പീക്കോക്ക് ഗ്രീൻ എന്ന് പറയും. മയിൽപ്പച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും. പീക്കോക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മള് ചായ എന്ന് എപ്പോഴും പറയണ പോലെ തമിഴ്മാര് ചായ എന്ന് പറയില്ല, ടീ എന്നേ പറയുള്ളൂ. തമ്പി ഒരു ടീ കൊടു എന്ന് പറയുള്ളൂ. നമ്മള് ചേട്ടാ ഒരു ചായ നല്ല നമ്മള് പറയാം. അവരവിടെ വരെ ഇംഗ്ലീഷാ. ഏതാളും പഠിച്ചോനും പഠിക്കാത്തവനൊക്കെ ടീ എന്നാ പറയുള്ളൂ അവിടെ. അത്ര വ്യത്യാസം കിട്ടാ. നമ്മ തമിഴ്മാരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊക്കെ. നമ്മളാണ് പറ്റം പിന്നിലായിട്ട് വരണേ. പഠിക്കാനും സീറ്റില്ല. പഠിക്കാൻ കുറെ കുട്ടികളുണ്ടെങ്കിലും പഠിക്കാൻ സ്ഥലമില്ല എന്നുള്ള അർത്ഥമാണ് നമ്മളെ നാട് ഇപ്പോ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ അതൊന്നും പറയണല്ല, ഉള്ള പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തോന്നിക്കോട്ടെ. എനിക്കൊരു വിഷയമല്ല, അത് വേറെ വിഷയം. നമ്മളോട് കളിച്ചിട്ട് വേണ്ട. അതാ പീക്കോക്ക് പാന്റ്. ഒരു രക്ഷയില്ലാത്ത പാന്റ് ആണ്. രക്ഷയില്ലാത്ത പറഞ്ഞു. വിസ്കോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഭയങ്കര സോഫ്റ്റ് ആക്കാരം. പക്ഷെ നല്ല എന്താ പറയാ ഈട് കിട്ടും. നമുക്കൊരു വാല്യൂ തരും. മനസ്സിലാവണ്ട? എനിക്ക് മനസ്സിലായില്ലേ? വാല്യൂ തരും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലേ? എനിക്കത് കിട്ടണില്ല, വാക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് ചില സാധനം കണ്ടിക്കണ പാന്റൊക്കെ അടിച്ച് കറക്റ്റ് അളവൊക്കെ കിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞാൽ കാണാം പാന്റിന്റെ വൈക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ തൂങ്ങി കിടക്കുകയും ചെയ്യും. ഈ അലമലൊക്കെ കിട്ടുന്നെങ്കിൽ വിചാരിക്കും ആ പെണ്ണിനെക്കാളും വലിയ പാന്റാവും. അലമിട്ട 2 മടക്കായാലും കാണാം ഓളത്ര തന്നെ ഉണ്ടാവും ആ പാന്റ്. അത്രയും ചൂലടിക്കണ കുറെ ആൾക്കാരുണ്ട്. എന്തെന്നാ പറയിട്ടൊക്കെ അത് ഭംഗിയില്ല. നിങ്ങൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നു അതൊന്നും ഭംഗിയുള്ള സാധനമല്ല അത്. ചുരി പാന്റ് ഭംഗി ഉണ്ടാവും. എങ്ങനെ കറക്റ്റ് ചുരിയിൽ നിൽക്കണം. ചുരി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും. മനസ്സിലാവണ്ട? ഞാൻ 2 ബിരിയാണി അതിന്റെ വയറ് ചാടുന്ന പോലെ അതുപോലെ നിൽക്കും. അങ്ങനൊക്കെ ഭംഗിയുണ്ടാ? ഭംഗിയില്ല. അപ്പൊ കറക്റ്റ് ചൂരി അടിക്കുമ്പോ കറക്റ്റ് അടിക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുവാണെങ്കിൽ 2 സൈഡില് നൂലോട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കൂല നമ്മള്. അതുപോലെ ചെയ്താൽ ആ ചുരി അവിടെ കിടക്കും, പിന്നെ തൂങ്ങില്ല. അങ്ങനൊക്കെ ഐഡിയകളുണ്ടേ. അതിന് എങ്ങനെ ഡസ്റ്റർ അടിച്ച് ഫിനിഷായി വരുമ്പോഴത്തേക്കും ഞാൻ ഡസ്റ്ററിന്റെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൈലറായി നടത്തുള്ള കുറെ ആൾക്കാരുണ്ട്. എന്താ ചെയ്യാ? അതൊക്കെ പോട്ടെ. നിങ്ങൾ ഇത് നോക്കി ഇതെന്താ നോക്കി ഏതാ ചായ സാധനം 1495 റുപ്യ. സെറ്റല്ലേ? സെറ്റ് ആവണം. ഇനി അടുത്തത് ഇതേ മോളെ മാതിരി സാധനം അല്ലേ? പൊളി പീസ് ഇട്ടാ നല്ല രസമല്ല. ഗ്രേ, അതായത് ഡാർക്ക് ഗ്രേയില് ലൈറ്റ് ആയിട്ട് പീച്ച് കളറ്, ഓണിയൻ പിങ്ക്, അതുപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോ, പീക്കോക്ക് ചിക്കു കളർ ഒക്കെ കൂടി
മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഭംഗി എല്ലാം കൂടി മിക്സ് വരുമ്പോ ആ ഗ്രേക്ക് ഒരു ഭംഗി വെറൈറ്റി കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ മുഖത്ത് തന്നെ നമ്മൾ കുറെ ഇവിടെ ചുവപ്പടിക്കും, ഇവിടെ ഒക്കെ ചുവപ്പടിക്കും, ഇവിടെ വേറെ എന്തെങ്കിലും കൊടുക്കും, പിന്നെ എന്തൊക്കെ അതിന്റെ അടിയിൽ വേറെ എന്തൊക്കെ കൊടുക്കും, ഇതിന്റെ ഉള്ളിൽ വേറെ കൊടുക്കും. അങ്ങനൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മൾ ഒരു വേറൊരു സംഭവമായിട്ട് വരും, ഒരു ഭംഗിയായിട്ട് വരില്ലേ. ഗ്രേ എന്ന് പറയുന്ന സാധനം ഗ്രേ കളർ അല്ലേ, അതുപോലെ ഇതൊക്കെ കൂടി വന്നപ്പോ ഇതിനൊരു ഭംഗി കിട്ടിയില്ലേ, അതുപോലത്തെ ഭംഗി. അതായത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഭംഗിയായിട്ട് വരില്ലേ ആ സാധനം, അതാണ് ഇതിന് വരുന്നത്. സെറ്റ് അല്ലേ, നല്ല വൃത്തി നല്ല ഭംഗിയുണ്ട് ആ ഗ്രേക്ക് അത് കൊടുത്ത കാരണം. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗി വരണം. പിശാരടി പറഞ്ഞ മാതിരി നിങ്ങൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുള്ളൂ ആണുങ്ങൾ. അപ്പോഴും ആണുങ്ങൾ എന്താണ് സിമ്പിൾ ആയിട്ട് വന്ന് നിൽക്കുമ്പോ അവരാണ് ബെറ്റർ തോന്നുന്നുണ്ടെങ്കിൽ. ഈക്വലാന്ന് തോന്നുന്നുണ്ടാ, ചിലയിടത്തൊക്കെ ഈക്വലാട്ടാ, എല്ലായിടത്തും ഈക്വൽ അല്ല. സത്യം പറയും ഞാൻ. പക്ഷെ പെണ്ണുങ്ങൾക്കാണ് സ്ഥാനം എല്ലായിടത്തും അല്ലേ, എല്ലായിടത്തും പെണ്ണുങ്ങളുടെ സ്ഥാനം. പടച്ചോ ഹൈറാക്കി തരട്ടെ എല്ലാരും. ഇതാ പാൻറ്റുകളുടെ കട ഡാർക്ക് ഹാഷ്. ഈ ഗ്രേ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇതിമ കൊടുത്തിട്ടുള്ളത് കണ്ടാ. ഈ ഗ്രേയും ഗ്രേ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കളറൊക്കെ കൂടി മിക്സ് ചെയ്ത കാരണമാണ് അതിന്റെ ഭംഗി ഏറി കിട്ടിയത്. ചെറിയ ചെറിയ പഞ്ചിങ് സ്റ്റോൺ എല്ലാത്തുമ്മലും ഉണ്ട് കേട്ടാ, കുഞ്ഞു കുഞ്ഞു പഞ്ചിങ് സ്റ്റോൺ. ബാക്ക് സൈഡിൽ ഉണ്ടാവില്ല, ഫ്രണ്ട് പോർഷനിൽ മാത്രം എന്തുണ്ടാവുള്ളൂ ആ പഞ്ചിങ് സ്റ്റോൺ ഉണ്ടാവുള്ളൂ കേട്ടാ. പിന്നെ വേറെ കാര്യം പറഞ്ഞു ഞാൻ, മോഡൽ സിൽക്ക് വന്നു 3000 സംതിങ്ങിന്റെ സാധനം. ഇപ്പൊ പെരുന്നാളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഓഫർ ഇട്ടിട്ടുണ്ട്. 2995 റുപ്യക്കാണ് കൊടുക്കുന്ന സാധനം. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല. അതിന്റെ ഷോൾ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ടോപ്പ് എത്ര ഉണ്ടോ അത്ര തന്നെ ഉണ്ട് ഷോളും. വലിയ ഷോൾ എന്ന് പറഞ്ഞാൽ വലിയ ഷോള് ഞാൻ കാണിച്ചുതരാം ഇൻഷാല്ലാ. നമുക്ക് ടൈം കിട്ടി അപ്പൊ പെട്ടപ്പോ ഞാൻ അത്ര നല്ല സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടാ. പൊളി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഇപ്പൊ നമ്മള് 1995 1495 മേലെ പ്രൈസ് ഉണ്ടാ. പ്രൈസ് 1495 ആ പ്രൈസ് ഉള്ളതിന്. ഇത് മൊഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഇതൊക്കെ ഇട്ട് ഞാൻ മക്കളെ വേറെ ഒന്നും എനിക്ക് വേണ്ട. സമാധാനയുടെ പ്രസംഗം കേട്ടമാതിരി ഒരു സുഖം, ഒരു ഫീലാണ്, ഒരു ഭംഗിയാണ്. ചില സമയത്ത് നമുക്ക് മൂഡ് വരുമ്പോ ചില പ്രസംഗം കേൾക്കൂലേ, വയലൊക്കെ കേൾക്കൂലേ, നമുക്കൊരു ഫീൽ കിട്ടില്ല. നമ്മള് അപ്പൊ നമ്മൾ വിചാരിക്കൂല ഞാൻ നാളെ മുതല് സെറ്റാണ്, നാളെ മുതൽ നമ്മള് നന്നാവും വിചാരിക്കൂലേ. അതേപോലെ എല്ലാ ചിന്തയും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അമ്മ നന്നാവുക അത് കഴിഞ്ഞ് പിന്നെ ആ യൂട്യൂബിൽ തന്നെ വേറൊരു അടി വരുന്നത് ആരും പട്ടണ് ജാസി ഗിഫ്റ്റിന്റെ പട്ടണ്. അപ്പൊ അടി തന്നെ അടി നല്ല കല്ലിട്ടുണ്ട്. അപ്പൊ അത് വേറെ ഇതാ മസ്റ്റാർഡ് യെല്ലോയില് ടോപ്പിന്റെ മോഡൽ നോക്കിക്കോ. ഇതാണ് നിങ്ങള് എനിക്ക് വിട്ടെന്നെ ഷോളൊക്കെ കൂടി പൊതച്ചിട്ടുന്ന സാധനം ഇട്ടരുത് കേട്ടാ. മനസ്സിലായി. ഇനിയിപ്പോ ചിലപ്പോ കറക്റ്റ് നിങ്ങൾ ഇട്ടെന്റെ ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ വിട്ടായിരുന്നു. എന്നാലും ഷോള് വരും. ഇപ്പോഴൊന്നും ഫോട്ടോ എടുക്കരുതിട്ടാ, സ്ക്രീൻഷോട്ട് എടുക്കരുതിട്ടാ. ഇതൊക്കെ ഞാൻ ഷോള് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഷോളൊന്നും കാണിച്ചാൽ നിൽക്കും മനസ്സിലാവില്ല. കണ്ടില്ലേ, ഞാനിപ്പോ ഇങ്ങനെ നോക്കുന്ന സാധനം എന്റെ മൈൻഡിൽ നിന്നുണ്ടാവും. ഇത് ക്ലിയർ ആവും. അപ്പൊ അതൊക്കെ എനിക്ക് ക്ലിയർ ആവും. ഒരു സാധനം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ സാധനം ഓക്കെ ആണെങ്കിൽ ഞാൻ ഷോപ്പിലേക്ക് അയച്ചു കൊടുത്ത് എന്നിട്ട് അവര് ഞാൻ പുറത്താണെങ്കിൽ മാത്രം ഇട്ട്, അകത്താണെങ്കിൽ ഞാൻ അപ്പക്ക് നോക്കിയിട്ട് സെറ്റാക്കി തരും. നോക്കി ഇനി ഫോട്ടോ എടുക്കണം. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. എടുത്തില്ലേ? എന്നിട്ടുണ്ട് അയച്ചെന്നാ മതി. അപ്പൊ നിങ്ങളെ വീട്ടിൽ കത്തും. നല്ല രസമുള്ള പീസല്ലത്, ഭംഗിയില്ലത്, ഭംഗിയുണ്ട്. ഞാനൊക്കെ മോശമാവേണ്ട ആളല്ലേ. കുട്ടികൾക്ക് ചോറ് കൊടുക്കണ മാതിരി അങ്ങനത്തെ സാധനം പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇല്ലല്ല, ബുദ്ധിമുട്ട് സുഖമാണ്. നമുക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒരു ഫീലാണ്, ഒരു പാഷൻ എന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ പാഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ സാധനം. നമ്മള് ജോലി ചെയ്യണം, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിംഗ് ആണ് നമുക്ക് ലക്ഷ്യം എന്നുള്ള ലക്ഷ്യം. അത്ര തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാക്കുക. ഇപ്പൊ ഓണർ പറഞ്ഞു ഇവിടുന്ന് കിട്ടണ ശമ്പളം പറഞ്ഞു ഇങ്ങനെ സംഭവം ചെയ്ത് നോക്കാം, അതിൽ നിന്ന് ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഐ ആം റെഡി. അങ്ങനെ നിന്ന പരിപാടിയാണ് ഇതൊക്കെ കേട്ടാ. അപ്പൊ ഇതിൽ നിങ്ങൾ ഇന്നെ വിജയിപ്പിച്ചാലാണ് ഞാനിപ്പോ ഈ 12,000 ആൾക്കാരായിട്ട് കൊണ്ടു നടക്കണത്. 12,000 മെമ്പേഴ്സായി നമ്മള് അറിഞ്ഞങ്ങള് വല്ലോ. 12,000 ആൾക്കാരെ പെരുന്നാൾ കഴിയട്ടെ മക്കളെ, കിടിലം ഗിവ് ഒക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പൊ എപ്പോഴും എല്ലാവരും നമ്മളൊപ്പം അങ്ങനെ നിൽക്കുക. ഇവിടെ അങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ ഇടത് വശത്ത് കുറച്ചടിയിലായിട്ട്, ഇവിടെ വേണ്ട, ഇവിടെയാണ് ഹാർട്ട് വരിക. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചാൽ മതി. നമ്മളിവിടെ സെറ്റാണ് അല്ലെ ഇൻഷാല്ലാ. അപ്പൊ മറക്കണ്ട. ഒരുപാട് സന്തോഷം, എന്താ പറയാ സന്തോഷം, നന്ദി എല്ലാവരോടും ഞാൻ പറയാം. ഇപ്പൊ ഈ 12K സ്ഥിതിക്ക് ഇൻഷാല്ലാ. അപ്പൊ ഇൻഷാല്ലാ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടാ, മറക്കല്ലേ.
ഇൻഷാ അല്ലാ. അപ്പൊ അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ്റെ വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ബൈ.